ഈ വിഷയത്തിൽ എന്താണ് നടപടി ഉണ്ടാവുക എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് അരുൺകുമാർ നൽകിയ പ്രതികരണത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ഒരു വിഷയം ഉന്നയിച്ചു, അത് പരിഹരിച്ചു എന്ന് പറയുമ്പോഴും അതിന്മേൽ നടപടി ഉണ്ടാകും. കാരണം ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറല്ല, സർക്കാർ ഡോക്ടറാണ്. ആ ഡോക്ടർക്ക് അങ്ങനെ പരസ്യമായി പറയാമോ, പ്രതികരിക്കാമോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ അത് തെറ്റായി പോയി എന്നുള്ള പ്രതികരണങ്ങൾ ഇന്നടക്കം മന്ത്രിമാരുടെ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിന്മേലൊരു നടപടി അതുണ്ടാകുമോ, അതോ അതിലപ്പുറം അത് കടക്കുമോ? ഷിബു മിരാൻ. എന്നോടാണോ? അതെ അതെ. അല്ല, ഞാൻ പറഞ്ഞല്ലോ സ്മൃതി, പകവീട്ടാൻ ഇവർ തീരുമാനിച്ചിരിക്കുന്നു എന്നതിന്റെ സൂചനകൾ ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ വരികയാണ്. ഇപ്പൊ ഡോക്ടർമാരുടെ ഡെഡിക്കേഷനെ കുറിച്ചൊക്കെ വാദോരാതെ ഇവിടെ സംസാരിച്ചല്ലോ. ഈ ഇരിക്കുന്ന ഡോക്ടർ അരുൺ, ആ റോസ്നാര ബീഗം, ഈ പറയുന്ന ഡോക്ടർ ഹാരിസ്, അവരൊക്കെ ഈ രോഗികളെ ചികിത്സിക്കുന്നതിൽ കാണിക്കുന്ന കഠിനാധ്വാനത്തെ ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷെ ഒരു രോഗിയെ തലങ്ങനെയും ഒരു രോഗിയെ കുറുകയും കിടത്തിയിട്ട് ഒരു ബെഡിൽ രണ്ടാളെ കിടത്തി ചികിത്സിക്കുമ്പോൾ അതിനെ ഇങ്ങനെ വന്ന് ന്യായീകരിക്കാൻ നിങ്ങൾക്ക് ചില്ലറ തൊലിക്കട്ടി ഒന്നും പോരെ കേട്ടോ. തണുത്തുറഞ്ഞ് തറയിൽ കിടക്കാണ് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ രോഗികൾ. അവർക്ക് കിടക്കാൻ കട്ടിലുണ്ടാക്കി കൊടുക്കേണ്ട ജോലി സഖാവ് അരുൺകുമാർ നിങ്ങളുടെ പാർട്ടിയെ കേരളം ഏൽപ്പിച്ചിട്ട് 10 കൊല്ലായി. ഇതുവരെ അത് ചെയ്യാതെ നിങ്ങൾ കുറെ ഡോക്ടർമാരെ പൊക്കി പറയാ, പിന്നെ ആ ഡോക്ടർമാരെ കൈകാര്യം ചെയ്യുമെന്ന് നിങ്ങൾ തൊട്ട് നോക്കുക. കേരളത്തിലെ ഡോക്ടർമാരെ ഞങ്ങൾ കാണിച്ചാൽ എന്ത് സംഭവിക്കുന്നു? ഈ അത് ചൂണ്ടിക്കാണിച്ചത് ആ ഡോക്ടർമാരെ കളയുമെന്ന ഭീഷണിയാണ് CPM മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ഇത് ചൈനയോ ഉത്തരകൊറിയല്ല, ഇരമ്പിക്കാരുന്ന പോരാട്ടങ്ങൾ നിങ്ങൾ കേരളത്തിൽ കാണും. മനസ്സിലാക്കി വെച്ചോ. നിങ്ങൾ ഒരാളെയും ഭീഷണിപ്പെടുത്തില്ല, നിങ്ങൾ തന്നെ ഭീഷണിപ്പെടുത്തുന്നു. പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ സ്ഥാപിക്കുന്നു. നിങ്ങളുടെ രാഷ്ട്രീയ നിങ്ങളുടെ ആഗ്രഹമാണ് ആഗ്രഹം. നിങ്ങളുടെ സ്വരത്തിലൊരു ഭീഷണി ഉണ്ട് അരുൺകുമാർ. ഡോക്ടർ അരുൺ 40 സെക്കൻഡിൽ മറുപടി പറയാമോ? ഇതിൽ എങ്ങനെയൊരു അവസാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്? അന്വേഷണ സമിതി ഇന്ന് റിപ്പോർട്ട് നൽകുമെന്നാണ് പറഞ്ഞിരുന്നത്. കൊടുത്തു കഴിഞ്ഞോ എന്നറിയില്ല. ഇതിലെ വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ചില സൂചനകൾ പ്രതികരണങ്ങളായി വരികയാണ്. എനിക്ക് തോന്നുന്നത് ഡോക്ടർ ഹാരിസിനെതിരെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് പുറത്ത് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അത് നമ്മുടെ KSR റൂൾസിനൊക്കെ എതിരാണ് എന്നുള്ള രീതിയിൽ ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് ഉണ്ടാവുകയാണ് വളരെ നിർഭാഗ്യകരമാണ്. ഇങ്ങനെ ആളുകൾ പറയുക തന്നെ വേണം. ശരിയാണ്, ഫേസ്ബുക്കിൽ എല്ലാവരും ഫേസ്ബുക്കിൽ പറഞ്ഞാൽ ശരിയാണോ അല്ലെങ്കിൽ വേറെ കാര്യം. പക്ഷെ ആളുകൾ പുറത്ത് പറയാൻ ധൈര്യം കാണിക്കുകയും അങ്ങനെ പുറത്ത് പറഞ്ഞാൽ മാത്രമാണ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുകയുള്ളൂ, അത് സോൾവ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ടായാൽ നിർഭാഗ്യകരമാണ്, പക്ഷെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.